കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇപ്പോഴും മന്ത്രിയായതിന് ഹാങ് ഓവർ മാറിയിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ചാതുർവർണ്ണയത്തിന്റെ മാനസികാവസ്ഥയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തോടുള്ള അവഹേളനമാണ്. ബജറ്റിൽ കേരളത്തെ അവഹേളിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി 24 പറഞ്ഞു. ഇതുവരെ ഈ മന്ത്രിയായതിൻ്റെ ഹാങ് ഓവർ അദ്ദേഹത്തിന് മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും പഴയ ആ ചാതുർവർണ്ണയത്തിൻ്റെ ഒരു മാനസികാവസ്ഥ തന്നെയാണ് എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക. ജോർജ് കുര്യൻ്റെ പ്രസ്താവന കേരളത്തോട് തന്നെ കാണിച്ച ഏറ്റവും വലിയ അവഹേളനമാണ്. കേരളത്തെ തന്നെ പരിഹസിക്കുന്ന നിലപാടാണ്. UDF-ലും LDF-ലും പെട്ട MP-മാരത്ത് ഈ കേരളത്തോടുള്ള കടുത്ത അവഗണനയെ സംബന്ധിച്ച് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തും. കുത്താട്ടുകുളം കൗൺസിൽ യോഗം അവസാനിച്ചു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിനിത വിജി ചെയ്യുന്നുണ്ട്. വിനിത, അപ്പോൾ ഈ രണ്ട് മന്ത്രിമാർ കൊടുക്കുന്ന സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും പ്രസ്താവനകൾ പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷം കൂടുതൽ ശക്തമാക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഭാഗമായല്ലേ MP-യുടെ ആ ശക്തമായ പ്രതികരണം? വിനിത. ഹാഷ്മി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. അവർ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേരളം ഇതിനോടകം തന്നെ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുകയും കേരളത്തിന് വേണ്ടി അവർ സംസാരിക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനിടയിൽ ജോർജ് കുര്യൻ്റെയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും ഇത്തരം പരാമർശങ്ങൾ അത് തീർത്തും ദൗർഭാഗ്യകരമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഈ സുരേഷ് ഗോപി ഇപ്പോഴും മന്ത്രിയായതിൻ്റെ ഹാങ് ഓവർ അദ്ദേഹത്തിന് മാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ആ വിവാദമായിട്ടുള്ള പരാമർശത്തിന് കൊടിക്കുന്നിൽ സുരേഷിന്റെ മറുപടി. ഒപ്പം തന്നെ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ചാതുർവർണ്ണയത്തിന്റെ മാനസികാവസ്ഥ, അതിൽ നിന്ന് അദ്ദേഹം ഇപ്പോഴും മാറേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരവും ദൗർഭാഗ്യകരവുമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് വിമർശിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ്റെ ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. ആ പരാമർശം തീർത്തും കേരളത്തെ പരിഹസിക്കുന്നതും കേരളത്തെ അവഹേളിക്കുന്നതുമാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ട കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരാണ് അവർ ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്ന് തന്നെയാണ് താൻ കരുതുന്നതെന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. ഹാഷ്മി. വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.